ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സ് ഫിലാറ്റ്ലി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാമെന്ന നമ്മുടെ ഇന്ത്യ പോസ്റ്റ് വിവിധ കലാരൂപങ്ങളെ പ്രതിനിധീകരിച്ച് കുറച്ച് സ്റ്റാമ്പുകളൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് സ്റ്റാമ്പുകളൊക്കെ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻറ്റ് ടൈപ്പായിട്ട് വരുന്ന ആ ഒരു കലാരൂപങ്ങളുടെ സ്റ്റാമ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റാമ്പാണ്. അപ്പോൾ നിങ്ങളുടെ കൈവശം എൻ്റെ ഇതുപോലുള്ള സ്റ്റാമ്പ് കളക്ഷനൊക്കെ ഉണ്ടെങ്കിൽ, ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്ന സ്റ്റാമ്പ് കളക്ഷനൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു സ്റ്റാമ്പുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ എൻ്റെ കളക്ഷനിൽ ഞാൻ ആഡ് ചെയ്തിരിക്കുന്ന കുറച്ച് സ്റ്റാമ്പുകളൊക്കെയാണ് ഈ ഒരു സ്റ്റാമ്പുകളൊക്കെ. അപ്പോൾ ഈ ഒരു സ്റ്റാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ കലാരൂപങ്ങൾ, അതായത് നമ്മുടെ ഇന്ത്യയിലെ വിവിധ കലാരൂപങ്ങളെ പ്രതിനിധീകരിച്ച് ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കിയിരിക്കുന്ന സ്റ്റാമ്പുകളൊക്കെയാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും, ഇത് നമ്മുടെ കഥകളി, കഥകളിയുടെ ആ ഒരു കലാരൂപത്തെ പ്രതിനിധീകരിച്ച് ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കിയ സ്റ്റാമ്പാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും. നമുക്കിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കഥകളി എന്നുള്ളൊരു മെൻഷൻ ഇവിടെ നമുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇംഗ്ലീഷ് ലെറ്ററിലും ഹിന്ദി ലെറ്ററിലും. അപ്പോൾ അത്യാവശ്യം നമുക്ക് മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിൽ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള സ്റ്റാമ്പുകളൊക്കെയാണ് ഈ ഒരു സ്റ്റാമ്പുകളൊക്കെ. അപ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ വരുന്ന സ്റ്റാമ്പുകളുണ്ട്. ഇത് നമ്മുടെ കഥകളി ആ ഒരു കലാരൂപത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള സ്റ്റാമ്പാണ്. ഈ ഒരു സ്റ്റാമ്പ് നമ്മുടെ കഥക്ക്, അത് നമുക്കിവിടെ നോക്കി മനസ്സിലാക്കാം, കഥക്ക് എന്നുള്ള ആ ഒരു ലെറ്റർ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു നൃത്തരൂപത്തിനെ പ്രതിനിധീകരിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുച്ചിപ്പൊടി, ആ ഒരു കുച്ചിപ്പൊടി എന്ന് പറയുന്ന കലാരൂപത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള പുറത്തിറക്കിയ സ്റ്റാമ്പാണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും, ഓരോ സ്റ്റാമ്പിനും ഡിഫറൻറ്റ് വാല്യൂ ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ നോക്കി മനസ്സിലാവും, ഇത് ഭരതനാട്യം നൃത്ത രൂപത്തെ പ്രതിനിധീകരിച്ചാണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു സ്റ്റാമ്പാണ് ഒഡീസി. ആ ഒരു നൃത്തരൂപത്തെ, ആ ഒരു കലാരൂപത്തെ പ്രതിനിധീകരിച്ചാണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റാമ്പും മണിപ്പൂരി നൃത്തരൂപത്തെ പ്രതിനിധീകരിച്ചാണ് ഈ ഒരു സ്റ്റാമ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഇതുപോലുള്ള സ്റ്റാമ്പുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള സ്റ്റാമ്പൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കും, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. നമ്മുടെ നാണയങ്ങൾ പോലെ തന്നെ കൊമ്മമോട്ടീവ് ഇഷ്യൂ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിത് പറയാം. കൊമ്മമോട്ടീവ് ഇഷ്യൂ എന്നല്ല, വേണമെന്നല്ല, കൊമ്മമോട്ടീവ് ഇഷ്യൂ തന്നെയാണ് ഇതുപോലത്തെ സ്റ്റാമ്പ്. വിവിധ ഡിഫറൻറ്റ് ടൈപ്പിലൊക്കെ ഈ ഒരു സ്റ്റാമ്പൊക്കെ നമുക്കിങ്ങനെ പുറത്തിറക്കിയ ഒരുപാട് സ്റ്റാമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത സ്റ്റാമ്പുകളൊക്കെയാണ് ഈ ഒരു സ്റ്റാമ്പ്, വിവിധ കലാരൂപങ്ങളുടെ സ്റ്റാമ്പ്. അപ്പോൾ ഇനിയും ഡിഫറൻറ്റ് വെറൈറ്റിയിലുള്ള സ്റ്റാമ്പുകളൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത സ്റ്റാമ്പുകളാണ്. അതുപോലെ തന്നെ ഈ ഓരോരോ കലാരൂപങ്ങൾക്ക് വരുന്ന സ്റ്റാമ്പുകൾക്കും ഓരോരോ വാല്യൂ ആണ് മാർക്കറ്റിൽ വരുന്നത്. അപ്പോൾ ഇതുപോലുള്ള സ്റ്റാമ്പുകളൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ഓഫ് സ്റ്റാമ്പൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.